ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ തൃക്കണ്ണൻ പിടിയിൽ. വിവാഹ വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇതിനു മുൻപും ജുനൈദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് മാസ്റ്റർ ഉണ്ടല്ലോ, പുള്ളിയും ഇതേ സെയിം പ്രശ്നത്തിൽ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു മറുവശം ഉണ്ടല്ലേ, ആ മറുവശം ഒന്ന് ചിന്തിച്ചൂടെ? ഇവർക്ക് പറയാനുള്ളത് കേൾക്കാതെ അപ്പോഴേക്കും പോലീസ് നടപടി എടുക്കുന്നു, മീഡിയ അത് പുറത്തു വിടുന്നു, എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. ഇപ്പൊ കാണുന്നത് എന്താ? തൃക്കേട്ടന്റെ അക്കൗണ്ട്, അതിന്റെ ഫോളോവേഴ്സ്, തൃക്കണ്ണന്റെ ഫോട്ടോ, വീട്ടും പേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര് എല്ലാം ഉണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഷഹബാസിന്റെ കൊലപാതകത്തെ ഇതേ മീഡിയ ഈ പറയുന്ന കൊലയാളികളെ 5 പേരുണ്ട്, ഈ 5 പേരുടെ ഫോട്ടോ ഇല്ല, വീട്ടും പേരില്ല, പേരില്ല, അച്ഛന്റെ പേരില്ല, അമ്മയുടെ പേരില്ല, ഒന്നുമില്ല. പക്ഷേ യൂട്യൂബേഴ്സ് ആണോ ഇൻഫ്ലുവൻസേഴ്സ് ആണോ എന്നുള്ള എന്താണ് സംഭവം എന്നറിയാതെ ഡയറക്റ്റ് ഫോട്ടോ ഇടുന്ന ആഘോഷം തുടങ്ങിയിരിക്കുന്നു. വിവാഹ വാഗ്ദാനം എന്ന് പറയുമ്പോഴേക്കും എന്തിനാണ് ഇവർ പീഡിപ്പിക്കാനുള്ളൊരു അവസരങ്ങൾ ഇവർ കൊടുക്കുന്നതും എനിക്കത് പറയാനുള്ളതുണ്ടല്ലോ. അല്ല, അങ്ങനെ ഇതിന് മുൻപും പല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. എന്നെ 2 കൊല്ലമായിട്ട് എന്നെ ഇൻഫ്ലുവൻസർ എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വർഷമായിട്ട് അപ്പോഴാണ് അറിയണത് പീഡിപ്പിക്കുകയാണ്. 3-ാം വർഷമാണ് കേസ് കൊടുക്കുന്നത്. ഇതൊരു തരം ഒരു ഹോബീസാണ് ഒരു തരം പെൺകുട്ടികൾക്ക്. ഇവിടുത്തെ നിയമം സ്ത്രീകൾക്ക് കുറച്ച് അനുകൂലമാണെന്ന് കാണുമ്പോൾ കുറച്ച് ഇതുപോലുള്ള സ്ത്രീകൾ അത് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. ഞാനൊരു പക്ഷത്തെ മാത്രം ആക്ഷേപിക്കല്ല. ഒരു ആൺകുട്ടികൾക്ക് പറയാൻ എന്താണ്, അവരിൽ എന്താണ് സംഭവിച്ചത്, ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് അവർക്ക് ഉണ്ടായത് എന്ന് പോലും പോലീസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്ത്രീ എന്ന് കേൾക്കുമ്പോഴേക്കും എന്നോട് വേറെ വർത്താനൊന്നുമില്ല. അല്ല, നിയമം അങ്ങനെയാണ്. ഇവിടുത്തെ നിയമപ്രകാരം ഒരു സ്ത്രീ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പറയാണ് ഇന്ന ഒരാളിനെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഇന്ന ഈ ആള് ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഒന്നും നോക്കാനില്ല, ആ പുരുഷനെ അറസ്റ്റ് ചെയ്യും. അതാണ് നിയമം. ഈ ആൺകുട്ടിയാണ് ഇങ്ങനെ ഇന്നൊരു പെൺകുട്ടി എന്നെ ഹറാസ്മെന്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കേസ് കൊടുത്താലോ പോലീസ് ചോദിക്കുക എന്താണെന്നറിയോ? തെളിവുണ്ട. പിന്നെ എങ്ങനെ സ്ത്രീകള് ഇതുപോലുള്ള കാര്യങ്ങൾ മുതലെടുക്കാണ്ടിരിക്കും? കുറച്ച് നാളുകൾക്ക് മുൻപ് നിങ്ങൾക്കറിയാം, ഒരു സവാദ് പറഞ്ഞ ഒരു പയ്യൻ അങ്കമാലി വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ മോശപരമായിട്ടൊരു സംഭവം ചെയ്തു. സോ എവിഡൻസ് ഇല്ല. പെൺകുട്ടി അത് വലിയ ഡയലോഗ് അടിച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തു വരുന്നു. ഉടനെ പയ്യനെ അറസ്റ്റ് ചെയ്തു, കുറച്ച് നാൾ ജയിലിട്ടു. ആ പയ്യന്റെ ഒരു വീഡിയോ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ കേസ് എന്തെങ്കിലും ആയോ, ആ പയ്യൻ കുറ്റക്കാരനാണോ എന്നുള്ളത് തെളിഞ്ഞു. 10 ആളെ മുന്നിൽ വെച്ചിട്ട് ആ പയ്യനെ നാറ്റിച്ചു. അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ. വിവാഹ വാഗ്ദാനം ചെയ്യുമ്പോഴേക്കും ശാരീരിക ബന്ധത്തിന് സമ്മതം കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് ഇതിന് കേസ് കൊടുക്കണ്ടേ? ഇതുപോലുള്ള കേസുകളും പല പെൺകുട്ടികൾക്കും ഇതൊരു മുതലെടുക്കാനുള്ള ഒരു വഴിയൊരുക്ക് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് സത്യം എവിടെയാണ് നോണ എന്നുള്ളത് കണ്ടുപിടിക്കാതെ ചുമ്മാ കേറി അങ്ങണ്ട് മെനിയല്ലേ. പൊതുസമൂഹ ഈ വിഷയത്തിൽ കാണുന്നത് ഈ പറയുന്ന മുതലെടുക്കുന്ന പെൺകുട്ടികളായിട്ട് തന്നെയാണ്. പക്ഷേ ആ സമൂഹം തന്നെ ഒരുപാട് നിരപരാധിയായ പെൺകുട്ടികളെയും കാണുമ്പോൾ ആ ഒരു കണ്ണിലാണ് കാണുക.